Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. 78ാമത് സ്വാതന്ത്ര്യദിനം രാജ്യമെങ്ങും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ആർഭാടങ്ങൾ ഒഴിവാക്കിയായിരുന്നു ആഘോഷം. അങ്കമാലി നഗരസഭാ കാര്യാലയത്തിലും സെൻട്രൽ ജംഗ്ഷനിലും ചെയർമാൻ മാത്യു തോമസ് ദേശീയ പതാക ഉയർത്തി. 78ാം സ്വാതന്ത്ര്യദിനത്തിൽ ഭാരതാംബയെ നമിച്ച് രാജ്യം. സുദീർഘവും ധീരവുമായ പോരാട്ടത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തെ കെട്ടുകെട്ടിച്ചതിന്റെ ആഹ്ലാദം ഓരോ ആഘോഷ പരിപാടികളിലും ദൃശ്യമായിരുന്നു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യ സമര പോരാളികളും രാഷ്ട്ര നേതാക്കളും ധീര ജവാന്മാരുമെല്ലാം സ്മരണയിൽ ജ്വലിച്ചു നിന്നു. നിരവധി പേരുടെ ജീവൻ നഷ്ടമായ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം ചടങ്ങുകളിൽ ഒതുക്കാൻ സംസ്ഥാന സർക്കാർ ആഹ്വാനം ചെയ്തിരുന്നു. അങ്കമാലി നഗരസഭയിലും ദിനാഘോഷം പതാക ഉയർത്തലിൽ ഒതുങ്ങി. ഗാന്ധി പ്രതിമയ്ക്ക് സമീപം ചെയർമാൻ മാത്യു തോമസ് ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाते तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे जय हिंद जय हिंद. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 77 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്കെല്ലാം അറിയാവുന്ന പോലെ 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നാമെല്ലാം പാഠപുസ്തകങ്ങളിൽ പറഞ്ഞു കേട്ടത് പോലെ ബ്രിട്ടീഷുകാർ ചവിട്ടുകിട്ടിയ ചട്ടിയിലാണ് സ്വന്തമായി ഊർജ്ജം നിർമ്മിക്കുവാൻ ശേഷിയില്ലാത്ത ഒരു രാജ്യം. ആ രാജ്യത്തെ നമ്മുടെ പൂർവികന്മാർ 77 വർഷത്തെ ഭരണത്തിനുള്ളിൽ നിരന്തരമായ ആസൂത്രണത്തിലൂടെ എല്ലാ മേഖലയിലും വലിയ വളർച്ച നേടിയ ഒരു രാജ്യമായി മാറ്റുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ലോകത്തിലെ വൻ ശക്തികളിൽ ഒന്നായി നമ്മുടെ രാജ്യം മാറിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ദേശീയ നേതാക്കന്മാരും ഇവിടുത്തെ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കോടാനുകോടി ജനങ്ങളും ഇവിടെ നിലനിർത്തിയ സാഹോദര്യവും ഐക്യവും ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ പുരോഗതി ലഭിക്കാൻ കഴിയുന്നത്. രാജ്യത്തിന്റെ ആയുസ്സിൽ 77 വർഷം എന്ന് പറയുന്നത് വലിയൊരു കാലഘട്ടമല്ല. ആ ചെറിയ കാലഘട്ടത്തിനുള്ളിൽ തന്നെ ജനാധിപത്യ സംവിധാനത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് വലിയ വളർച്ച നേടാൻ നമ്മുടെ രാജ്യത്തിന് കഴിയും. ഈ വളർച്ച തുടർന്നുകൊണ്ട് പോകണമെങ്കിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളിലെ ഐക്യവും ജനാധിപത്യവും മതേതരത്വവും നമുക്ക് കാത്തുസൂക്ഷിക്കേണ്ടത്. അതിനെതിരെയുള്ള നീക്കം ഏത് ഭാഗത്തുനിന്നുണ്ടായാലും അതിനെ ചെറുക്കുവാൻ ഒറ്റക്കെട്ടായി ജനങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. വൈസ് ചെയർപേഴ്സൺ സിനി മനോജ്, പ്രതിപക്ഷ നേതാവ് ടി.വൈ. എലിയാസ്, ബി.ജെ.പി. പാർലമെന്ററി പാർട്ടി ലീഡർ എ.വി. രഘു, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വാർഡ് കൗൺസിലർമാർ, നഗരസഭാ ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ചെയർമാൻ മാത്യു തോമസ് സ്വാതന്ത്ര്യ സംരക്ഷണ പ്രതിജ്ഞയും മാലിന്യ വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പന്നവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും മുതിർന്നവരെയും ആദരിക്കുകയും എല്ലാവരോടും വിനയപൂർവ്വം പെരുമാറുകയും ചെയ്യും. ഞാൻ എന്റെ നാടിനോടും എന്റെ നാട്ടുകാരോടും സേവനാനിരതരായിരിക്കുമെന്ന്
ചെയ്യുന്നു എന്റെ നാടിന്റെയും നാട്ടുകാരുടെയും ക്ഷേമത്തിലും അഭിവൃദ്ധിയിലുമാണ് എന്റെ ആനന്ദം. ജയ് ഹിന്ദ്. ജനപ്രതിനിധികൾ ഒരുമിച്ച് സെൻട്രൽ ജംഗ്ഷനിലെത്തി ദേശീയ പതാക ഉയർത്തി. വലിയ ആഘോഷ പരിപാടികളൊന്നും ഉണ്ടായില്ലെങ്കിലും കക്ഷി രാഷ്ട്രീയവും ജാതിമത ചിന്തകളും കൂടാതെ ഒത്തൊരുമയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതായിരുന്നു അങ്കമാലി നഗരസഭയുടെ സ്വാതന്ത്ര്യ ദിനാചരണം. അങ്കമാലി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപാരികളുടെയും സന്നദ്ധ സംഘടനകളുടെയും തൊഴിലാളി സംഘടനകളുടെയും നേതൃത്വത്തിലും ദേശീയ പതാക ഉയർത്തലും പ്രതിജ്ഞയെടുക്കലും ഉണ്ടായിരുന്നു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. MV Jacko Jewelers, Angamali.